അങ്ങോട്ട് കേരളം കാണാനിരിക്കുന്നത് പൊടിപാറുന്ന തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ്. CPM തകർന്നടിഞ്ഞു നിലം പതിക്കുമ്പോൾ കോൺഗ്രസും UDFും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കേരളത്തിന്റെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ പിടിച്ചെടുക്കുകയാണ്. ഇന്നിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ VD സതീശൻ ചോദ്യം ചെയ്യാനാവാത്ത ഒരു നേതാവായി മാറുന്നതും നമ്മൾ കണ്ടു. അതിന് കാരണം എല്ലാ പ്രതിസന്ധികളെയും വെട്ടിമാറ്റിക്കൊണ്ടാണ് സതീശൻ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അല്ലാതെ ഉണ്ടായിരുന്ന പ്രതിസന്ധികളെ ഒന്നും മറികടക്കുകയായിരുന്നില്ല. പകരം മുന്നിൽ തടസ്സമായി നിന്നതിനെയൊക്കെ വെട്ടിമാറ്റിക്കൊണ്ട് മുന്നേറി. അതിനുദാഹരണമാണ് മാങ്കൂട്ടം. മുന്നും പിന്നും നോക്കാതെ പാർട്ടിയിൽ നിന്നും എടുത്തു കളഞ്ഞുകൊണ്ടാണ് സതീശൻ മറുപടി കൊടുത്തത്. ആർക്ക്? CPMനുള്ള മറുപടി. സത്യത്തിൽ നിങ്ങൾക്കതിന് ധൈര്യമുണ്ടോ ഗോവിന്ദൻ മാഷെ എന്നാണ് പിണറായിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് VD സതീശൻ ചോദിക്കുന്നത്. പത്മകുമാറും വാസുവും ജയിലിലാണെങ്കിൽ പോലും ഇന്നും CPMന് ഉള്ളിൽ തന്നെയാണ്. അല്ലാതെ ആ പാർട്ടിക്ക് പുറത്തല്ല. അവര് പ്രതികളല്ല, വെറും ആരോപണ വിധേയർ എന്നാണ് ഗോവിന്ദൻ മാഷ് പറഞ്ഞത്. അഥവാ പുറത്താക്കില്ല എന്ന് തന്നെ. അവിടെയാണ് സതീശൻ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന പാലക്കാടിന്റെ തിളക്കമായി നിൽക്കുന്ന MLA പിടിച്ച് പുറത്താക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ഏത് കടലിരമ്പി വന്നാലും ഈ തീരുമാനത്തിനൊരു മാറ്റം ഉണ്ടാവില്ല എന്നാണ്. ഇത് സ്വയം ബോധ്യത്തിൽ നിന്നും എടുത്ത തീരുമാനമാണ് എന്ന് കൂടി അടിവരയിട്ട് വെക്കുകയായിരുന്നു അന്ന് അവിടെ സതീശൻ. ആ സതീശൻ 140 മണ്ഡലങ്ങളിലൂടെ 100 സീറ്റ് ലക്ഷ്യം വെച്ചുകൊണ്ട് കേരള പര്യടന യാത്രക്ക് ഇറങ്ങിത്തിരിക്കുകയാണ്. ഇവിടെ UDFന്റെ പ്രകടന പത്രിക അവതരിപ്പിച്ചതിന് ശേഷമായിരിക്കും ആ യാത്ര എന്നുള്ളതാണ് പ്രത്യേകത. സർക്കാരിനെതിരെ വലിയ പ്രചാരണം നടത്തുക, പിണറായി സർക്കാരിന്റെ അഴിമതികൾ, ഭരണവിരുദ്ധ വികാരം, ശബരിമല സ്വർണം കൊള്ളപ്പോയത്, അതുപോലെ തന്നെ പല വിവാദങ്ങൾ എന്നിവയൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ലക്ഷ്യം. ഇവിടെ പുതിയ കൂട്ടുകെട്ടുകൾ രൂപപ്പെടുന്നുണ്ട്. BJP വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ യാത്രയുടെ ഭാഗമാകും എന്നുള്ളതാണ് ആ കൂട്ടുകെട്ട്. മതേതര വോട്ടുകളുടെ ഏകീകരണവും BJPയുടെ വോട്ട് ബാങ്കുകളിൽ വിള്ളലുണ്ടാക്കുന്നതും യാത്രയുടെ തന്ത്രപ്രധാനമായ നീക്കമാണ്. ഇനിയോ ജനകീയ വിഷയങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട്. കടക്കണി, വിലക്കയറ്റം, ക്രമസമാധാന തകർച്ച തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ച് സർക്കാർ വിരുദ്ധ വികാരത്തെ വോട്ടാക്കി മാറ്റാനാണ് ഈ യാത്ര.